രമേശ് നാരായണൻ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് നടൻ ആസിഫ് അലി. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രചരണം അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി ആവശ്യപ്പെട്ടു. സാഹചര്യം മനസ്സിലാക്കി പെരുമാറിയ ആസിഫ് അലിയോട് നന്ദിയുണ്ടെന്ന് രമേശ് നാരായണൻ പ്രതികരിച്ചു. രമേശ് നാരായണനോട് വിശദീകരണം തേടിയതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിവാദം കത്തിപ്പടരുകയും സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രമേശ് നാരായണനെതിരെ വിമർശനം രൂക്ഷമാവുകയും ചെയ്തതോടെയാണ് ആസിഫ് അലി നിലപാട് വ്യക്തമാക്കിയത്. എന്തെങ്കിലും പിരിമുറുക്കം കൊണ്ടാകാം രമേശ് നാരായണൻ അങ്ങനെ പെരുമാറിയതെന്നും തനിക്കതിൽ വിഷമമോ പരിഭവമോ ഇല്ലെന്നും ആസിഫ് അലി. രമേശ് നാരായണനെ പോലൊരാൾ തന്നോട് മാപ്പ് പറഞ്ഞതിൽ ദുഃഖമുണ്ടെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആസിഫിനോട് നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചെന്നും അദ്ദേഹം അത് മനസ്സിലാക്കിയതിൽ സന്തോഷമെന്നും രമേശ് നാരായണൻ. എനിക്ക് വളരെ നന്ദിയുണ്ട് ആസിഫിൻ്റെ അടുത്ത്. എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭായി, വളരെ നന്ദി. അതേസമയം ആസിഫിനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ രമേശ് നാരായണനോട് വിശദീകരണം തേടിയതായി ഫെഫ്ക അറിയിച്ചു. ശ്രീ രമേശ് നാരായണൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്വതയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വലിയ കലാകാരനാണ്, സീനിയറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നു. വിഷയത്തെ പക്വമായി കൈകാര്യം ചെയ്ത ആസിഫ് അലിക്ക് പിന്തുണയുമായി സിനിമാ ലോകത്തു നിന്ന് ഇന്നും നിരവധി പേർ രംഗത്തെത്തി. റിപ്പോർട്ടർ, കൊച്ചി.